എന്നതാണ് ഈ കലാകാരിയെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തയാക്കുന്നത്. കലാമണ്ഡലം പ്രദീപിന്റെ കീഴിൽ കഥകളി പരിശീലനം ആരംഭിച്ചുകൊണ്ടാണ് ഗോപിക SG ഉണ്ണി നൃത്തരംഗത്തെത്തുന്നത്. 2 വർഷത്തിനു ശേഷം പുത്തൂർക്കാവിൽ കഥകളിയിൽ അരങ്ങേറ്റം. 5-ാം വയസ്സിൽ അരങ്ങേറ്റം നടത്തിക്കൊണ്ട് ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ കഥകളിയിൽ അരങ്ങേറ്റം നടത്തുന്ന കലാകാരി എന്ന ചരിത്രമാണ് അന്ന് ഗോപിക കുറിച്ചത്. ഇതിനകം 100ഓളം വേദികളിലാണ് നവരസങ്ങൾ വിരിയിച്ച് കൃഷ്ണനായും അർജുനനായും ശ്രീരാമനായും പാഞ്ചാലിയായും നിറഞ്ഞാടിയത്. 14 വർഷത്തെ കലാജീവിതത്തിനിടയിൽ നിരവധി പ്രമുഖരായ കലാകാരന്മാരോടൊപ്പം ഗോപിക കഥകളി അവതരിപ്പിച്ചിട്ടുണ്ട്. കലയെ ഏറെ സ്നേഹിക്കുന്ന അച്ഛന്റെ താല്പര്യമാണ് ഗോപികയെ നൃത്തവേദിയിലെത്തിച്ചത്. അച്ഛന്റെ താല്പര്യം കാരണമാണ് ഇതിൽ കഥകളി ഞാൻ തുടങ്ങിയത്. 3 വയസ്സിൽ പഠിച്ചു തുടങ്ങി. അച്ഛന്റെ താല്പര്യം ഒന്നുകൊണ്ട് മാത്രമാണ്. വീട്ടില് പെൺകുട്ടിയാണ് കഥകളി പഠിപ്പിക്കണോ എന്നുള്ളൊരു അഭിപ്രായം എല്ലാവർക്കും ഉണ്ടായിരുന്നു. അച്ഛൻ്റെ ഒറ്റ താല്പര്യമാണ്. പലരും ചോദിക്കാറുണ്ട് പെൺകുട്ടിയാണ് കഥകളി പഠിക്കണമെന്നുള്ളത് കൊണ്ട് അച്ഛൻ കഥകളിക്കാരനാണോ ചോദിക്കാറുണ്ട്. പക്ഷെ അതല്ല, അച്ഛനെ കുട്ടിയിൽ കണ്ടുള്ള താല്പര്യം, അത് അച്ഛൻ പഠിച്ചില്ല, അതുകൊണ്ട് എന്നെ പഠിപ്പിക്കണം എന്നുള്ളൊരു ആഗ്രഹം. അച്ഛനാണ് പറഞ്ഞു തരാറ്. ഓരോ കഥ ഇപ്പോൾ ഇതുവരെയുള്ളതും ഓരോ പുതിയ കഥ പഠിക്കുമ്പോഴും അത് രംഗത്ത് അവതരിപ്പിക്കുമ്പോഴും ആ കഥാപാത്രം എന്താണ് ഉള്ളതിനെ കുറിച്ച് അച്ഛനാണ് പറഞ്ഞു തരാറ്. അപ്പോൾ അച്ഛൻ തന്നെയാണ് കാരണം. കലാരംഗത്ത് തീർച്ചയായും, അതായത് ഒരു നല്ലൊരു നർത്തകി എന്നുള്ള നിലയിൽ, നല്ലൊരു കഥകളിക്കാരി എന്നുള്ള നിലയിൽ അറിയപ്പെടണം. അതുതന്നെയാണ് ഏറ്റവും വലിയ ആഗ്രഹം. കൂടുതൽ പഠിക്കണം കലയെക്കുറിച്ച്. വെറുതെ കുറേ പരിപാടികൾ അവതരിപ്പിക്കുക എന്നുള്ളതിലുപരി കുറച്ചുകൂടെ പഠിച്ച് അതിനെക്കുറിച്ച് നന്നായി അറിഞ്ഞ് ധാരാളം വേദികൾ, അത് സ്വപ്നമാണ്. നല്ല തിരക്കുള്ളൊരു നർത്തകിയാവുക എന്നുള്ളത് തന്നെയാണ് സ്വപ്നം. ഭരതനാട്യത്തിലും മോഹിനിയാട്ടത്തിലും അക്ഷരശ്ലോകത്തിലും മൃദംഗത്തിലുമെല്ലാം ഈ കൊച്ചു കലാകാരി തന്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. നൃത്തപഠനം തുടരുന്ന ഗോപിക ക്ഷേത്രങ്ങളിലും മറ്റു വേദികളിലും നൃത്തം അവതരിപ്പിക്കാറുണ്ട്. മത്സരങ്ങൾക്കായി നൃത്തം അഭ്യസിക്കുന്നതിനോട് പിതാവ് ഗോവിന്ദനുണ്ണിക്ക് താല്പര്യമില്ല. തീരുമാനം എന്ന് പറഞ്ഞപ്പോൾ അത് ഒരു എൻ്റെ മകളെന്ന് പറയും, പ്രത്യേകിച്ച് കഥകളി വളരെ അധ്വാനമുള്ളൊരു സംഗതിയാണ്. അത് ഒരിക്കലും ഒരു 12 വർഷത്തെ അഭ്യസനമെങ്കിലും ഇല്ലാതെ ഒരു കഥകളിക്കാരിയോ കഥകളിക്കാരനോ ആവാൻ കഴിയില്ല. അതിന് ശാരീരികമായിട്ടും മാനസികമായിട്ടും പുരാണപരമായിട്ടും നല്ല അറിവും സാമർഥ്യവും വേണം. അപ്പോൾ അത് ഈ 10 മിനിറ്റ് 20 മിനിറ്റ് സമയത്തേക്ക് അത് പഠിപ്പിച്ചിട്ട് അതിനെ പുറത്തേക്ക് വിടുക എന്ന് പറയുന്നത് ശരിക്കും ആ കലയെ ശരിക്കുള്ള വാക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ നശിപ്പിക്കുക എന്ന് കൂടിയല്ല, വ്യഭിചരിക്കുക എന്നാണ് പറയേണ്ടത്. അപ്പോൾ അതിന് എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ അത്രത്തോളം കലയെ സ്നേഹിക്കുന്നത്. നിലവിൽ ഒറ്റപ്പാലം NSS കോളേജിൽ BSc 2-ാം വർഷ വിദ്യാർത്ഥിയായ ഗോപികയ്ക്ക് അറിയപ്പെടുന്ന നൃത്തകലാകാരിയാകണമെന്നാണ് ആഗ്രഹം. ന്യൂസ് ബ്യൂറോ, പാലക്കാട്.